حضرت والا ہوں، میں اعلیٰ حضرت والا ہوں، میں اعلیٰ حضرت والا ہوں، میں اعلیٰ حضرت والا ہوں، میرا مضبوط ہے ایمان، میں اعلیٰ حضرت والا ہوں، لٹا دوں گا نبی پر جان، میں اعلیٰ حضرت والا ہوں. ഡൽഹിയിൽ നിന്നും ലക്നൌവിലേക്കുള്ള NH2 250 കിലോമീറ്റർ വടക്ക് കിഴക്ക് ആയിട്ടാണ് ബറേലി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഈ ചെറുനഗരത്തിന് ലോക ചരിത്രത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലും ബറേലിയെ ആരും പരാമർശിച്ചിട്ടില്ല. സാധാരണ ജില്ലാ ആസ്ഥാനം എന്നതിനപ്പുറം ചരിത്രകാരന്മാർ ഈ പട്ടണത്തിന് ഒരു സ്ഥാനവും കണ്ടിരുന്നില്ല. പക്ഷേ ലോക മുസ്ലിം ചരിത്രം ബറേലിയെ പരാമർശിക്കാത്ത പക്ഷം അപൂർണവും സുന്നി ചരിത്രം ബറേലിയിൽ നിന്ന് തുടങ്ങാത്ത പക്ഷം അവഗണാർഹവുമാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഉറുദു ഭാഷാ സ്വാധീനം നേടിയ രാജ്യങ്ങളിൽ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കളായി അറിയപ്പെടുന്നത് ബറേൽവികളാണ്. മുസ്ലിങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കുകയും വിശ്വാസ വ്യതിചലനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സലഫി, മൗദൂദി, ദയൂബന്ദി അഥവാ തബ്ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി അഹ്ലെ ഹദീസ്, അഹ്ലെ ഖുർആൻ തുടങ്ങിയ പുത്തൻവാദികളായ തവരകളെ പിഴുതെറിഞ്ഞ് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ ഓരോ നൂറ്റാണ്ടിലും പരിഷ്കർത്താവ് ഉണ്ടാവുമെന്ന തിരുനബി വചനത്തിൻ്റെ പൊരുളായിരുന്നു ഇമാം അഹമ്മദ് റസാ ഖാൻ ഖാദിരി ബറേലി. മഹാന്മാരായ ധാരാളം പണ്ഡിതർ ഐക്യകണ്ഠേന 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദും ദീനിൻ്റെ കാവൽഭടനുമാണ് എന്ന് പ്രഖ്യാപിച്ച പണ്ഡിതനാണ് ഇമാം അഹമ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. ബറേലി ഇമാം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ ഒരു വ്യക്തി സ്വപ്നം കാണുകയും ആ സ്വപ്നം ബറേലി ഇമാമിൻ്റെ പിതാമഹനായ മൗലാന റസ അലി ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നവരോട് അറിയിക്കുകയും ചെയ്തപ്പോൾ സ്വപ്നവ്യാഖ്യാനത്തിൽ അഗ്രഗണ്യനായ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ വ്യാഖ്യാനം താമസിയാതെ വരും. പിന്നീട് ഹസ്രത്ത് ജനിച്ചപ്പോൾ ഇതാണ് സ്വപ്ന വ്യാഖ്യാനമെന്നും ഈ കുട്ടി ലോകം മുഴുവൻ ദീനീ വിജ്ഞാനത്തിന് നവോന്മേഷം നൽകുമെന്നും പ്രഖ്യാപിച്ചു. കുട്ടിക്കാലത്ത് തന്നെ വാക്കുകളിലും പ്രവൃത്തിയിലും കറാഹത്ത് പോലും സംഭവിക്കാത്ത 14-ാം വയസ്സിൽ അധ്യാപന രംഗത്തേക്കും രചനാലോകത്തേക്കും പ്രവേശിക്കുകയും പ്രവാചക പ്രകീർത്തനത്തിൻ്റെ അലയൊലി ലോകമാകെ പരത്തുകയും ചെയ്ത അഹമ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി മൗലാന നക്കി അലി ഖാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപുത്രനായ അഹമ്മദ് റസാ ഖാൻ ഖാദിരി ഹൻഫി ബറേലി റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്മരിക്കുകയാണ് അഹ്ലു സുഫ. അഹമ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചുള്ള ഈ ചെറു വിവരണം സ്മരണ വിശ്വാസികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന ബോധ്യത്തോടുകൂടെ നമ്മോട് സംസാരിക്കുന്നു സുന്നി ദഅവത്തെ ഇസ്ലാമി കേരള മുബല്ലിഗ് സയ്യിദ് തൗഫീഖ് നജ്മി റസ്വി സാബ്, നിസാമുദ്ദീൻ മാറൂഫ് മടപ്പള്ളി. अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू. आला हजरत अजीमुल बरकत मुजद्दिदे दीन व मिल्लत अशाह इमाम अहमद रजा खान मुहद्दिस बरेलवी रदियल्लाहु तआला अन्हु सुन्नियों के अजीम पेशवा और रहनुमा हैं. आपका उर्से मुबारक 25 सफरुल मुजफ्फर को है. आशिकान आला हजरत बड़े ही एहतमाम के साथ आपका उर्से मुबारक मनाते हैं. अल्लाह ने आपको बेअंदाजा उलूमे जलीला से नवाजा था. अल्लाह के करम से आपको 55 उलूम व फनून पर महारत ताम्मा हासिल थी. आप रदियल्लाहु ताला अन्हु ने मुख्तलिफ उन्वानात पर कमो बेश 1000 किताबें लिखी हैं. उनमें आपका नातिया कलाम, हदाइके बख्शिश और फतावा रज़विया जो जदीद 30 जिल्दों में मुश्तमिल हैं ज्यादा मशहूर है. आप फनाफिर रसूल के आला मनसब पर फाइज हैं. यही वजह है आप जब दूसरी मर्तबा हज के लिए गए तो सरवर कायनात सल्लल्लाहु ताला अलैहि वसल्लम ने अपना दीदार से आपको नवाजा और आप खुद फरमाया करते थे, अगर कोई मेरे दिल के 2 टुकड़े कर दे तो एक पर ला इलाहा इल्लल्लाह और दूसरे पर मुहम्मदुर रसूलुल्लाह सल्लल्लाहु ताला अलैहि वसल्लम लिखा हुआ पाएगा.
आपने कुरान पाक का ऐसा तर्जुमा किया जो मौजूदा तमाम तराजीम में सबसे फाइक और उम्दा है, जो कंजुल ईमान के नाम से सारी दुनिया में मशहूर है। आप 14वीं सदी हिजरी के अजीम मुजद्दिद, फकीह, साइंसदान, बेहतरीन नातगो, साहिब शरीयत और साहिब तरीक़त बुजुर्ग थे और आपकी बारगाह का उलमाए अरब व अजम ने रुजू किया और आपसे इस्तिफादा किया। आप 25 सफरुल मुजफ्फर बरोज़े जुमा 1340 हिजरी में इस दारे फानी से रिहलत फरमा गए। आपने वो कारनामे अंजाम दिए हैं, कयामत तक अपने हो या गैर फरामोश नहीं कर सकते। तभी तो आशिकाने मुस्तफा सल्लल्लाहु ताला अलैहि वसल्लम तड़प कर उनकी बारगाह में इस अंदाज में खिराज अकीदत और सलाम पेश करते हैं, डाल दी कल्ब में अजमते मुस्तफा सैयदी आला हजरत पे लाखों सलाम। अल्लाह ताला हम सबको आपके बताए हुए तरीके पर अमल की तौफीक अता फरमाए, हम सबको मसलक के आला हजरत पर चलने की तौफीक अता फरमाए। कहने सुनने में गलती हो करे तो मौला अपने फजल से मुआफ़ अता फरमाए। अस्तगफिरुल्लाह रब्बी मिन कुल्ली ज़ंबिन व अतूबु इलैह। अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशറഫി റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീകളെ, ബഹുമാനപ്പെട്ട അഅ്ല ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഖാദി ഹനഫി ബറലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 102ാമത് ഉറൂസിന്റെ നാളുകളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ത്യൻ സുന്നികൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മേൽവിലാസം നൽകിയ മഹത്തായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ഖാൻ ഖാദിരി ബറലി തങ്ങൾ. ഒരു നൂറ്റാണ്ടിനപ്പുറം ഇന്ത്യൻ പണ്ഡിതർക്കിടയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിപ്രഭാവമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. അറബി, ഉറുദു, ഫാർസി ഭാഷകളിലായി 1000-ലേറെ കിതാബുകൾ രചിച്ചിട്ടുണ്ട് മഹാനവർകൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ ഒരു തരി പോലും വിട്ടുനിൽക്കാതെ ശക്തമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി നിലകൊണ്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ഖാൻ ബറലി. ബിദ്അത്തിന്റെ കക്ഷികളോടും അതുപോലെ തന്നെ ഖാദിയാനി പോലെയുള്ള മതത്തിൽ നിന്നും മതഭ്രഷ്ട് സംഭവിച്ച ആളുകളോടും ഏതൊക്കെ രൂപത്തിൽ സമീപിക്കണം, അവരുടെയൊക്കെ വികലമായ വിശ്വാസ ആചാരങ്ങൾ എന്തൊക്കെ, എല്ലാം ഈ ലോകത്തിന് തുറന്നു കാണിച്ച വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ഖാൻ ഖാദിരി ബറലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, നമ്മുടെ കേരളത്തിലെ മുജാഹിദ് എന്ന് പറയുന്ന സലഫി അഥവാ നജ്ദികൾ, വഹാബികൾ, അതുപോലെ തന്നെ ഷിയാക്കൾ തുടങ്ങിയ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ, അവരെല്ലാം ബഹുമാനപ്പെട്ടവരെ വല്ലാതെ എതിർക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ദയൂബന്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന തബ്ലീഗ് ജമാഅത്ത്, അഹ്ലെ ഹദീസ് തുടങ്ങി ധാരാളം ബിദ്അത്തിന്റെ കക്ഷികൾ ബഹുമാനപ്പെട്ടവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പിഴച്ച ആശയങ്ങളെയും ആദർശങ്ങളെയും തുറന്നു കാണിച്ചവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ഖാൻ ഖാദിരി ബറലി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ബറേലി എന്ന ആ കൊച്ചു ഗ്രാമം, അത് ലോകം മുഴുവൻ അറിയപ്പെടാൻ മാത്രം ബഹുമാനപ്പെട്ടവരുടെ ഇൽമ് എത്രയായിരുന്നു. ചെറിയ വയസ്സിൽ തന്നെ, അവിടുത്തെ 8ാമത്തെ വയസ്സിൽ തന്നെ അവിടുന്ന് ഒരു കിതാബിന് ഒരു ഷറഹ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും 14ാം വയസ്സിൽ തന്നെ അദ്ദേഹം അധ്യാപന രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട പിതാവ് നക്കി അലി ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സമക്ഷം ഫത്വ കൊടുക്കാനുള്ള ഇജാസത്ത് നേടുകയും സൂക്ഷ്മമായ ധാരാളം ഫത്വകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്വകളുടെ ഏറ്റവും വലിയ സമാഹാരമാണ് ഫതാവ റിസ്വിയ എന്നുള്ളത്. ധാരാളം ഫിഖഹി മസ്അലകൾ വളരെ അഗാധമായി ചർച്ച ചെയ്യുന്ന ധാരാളം വാള്യങ്ങളുള്ള
മഹത്തായ ഗ്രന്ഥമാണ് ഫതാവ റസ്വിയ. അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ദയൂബന്ദികൾ അഥവാ തബ്ലീഗ് ജമാഅത്തിനെ പോലുള്ളവർ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വിദേശി കക്ഷികൾ അദ്ദേഹത്തെ ഷിയാ മതക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ രചനാലോകം മനസ്സിലാക്കുന്ന ആർക്കും തിരിച്ചറിയാൻ സാധിക്കും, അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കറകളഞ്ഞ വക്താവാണ്. ഷിയാ വിശ്വാസത്തിനെതിരെ മാത്രം ധാരാളം കിതാബുകൾ ബഹുമാനപ്പെട്ട അല ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനാലോകം വളരെ വിശാലമാണ്. ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും രചനാലോകവും. 50ഓളം വിജ്ഞാന ശാഖകളിലായി ശാസ്ത്രം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗോളശാസ്ത്രം തുടങ്ങി ഹദീസ്, ഖുർആന്, ഫിഖ്ഹ്, അങ്ങനെ 50ലധികം ശാഖകളിലായിക്കൊണ്ട് അദ്ദേഹം 1000-ലേറെ കിതാബുകൾ അറബി, ഫാർസി, ഉറുദു ഭാഷകളായിക്കൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പണ്ഡിതൻ അറബിയിൽ വളരെ അവഗാഹം നേടിക്കൊണ്ട് കിതാബ് രചിക്കുന്ന മഹത്തായ ഒരു ചരിത്രം കൂടിയുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ബിദ്ഈ കക്ഷികൾ നടമാടിയിരുന്ന സമയത്ത് സൗദിയിലെ, അറബിയിലെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട അല ഹസ്രത്തിനെ സമീപിക്കുകയും ഒരു ഗ്രന്ഥം വഹാബികൾക്കെതിരെ രചിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട അല ഹസ്രത്ത് കഅബയുടെ ചാരത്തിരുന്നു കൊണ്ട് 8 മണിക്കൂർ സമയം കൊണ്ട് 300-ലേറെ പേജുകളുള്ള അതിമഹത്തായ ഗ്രന്ഥം ബിദ്ഈ കക്ഷികൾക്കെതിരെ എഴുതുകയുണ്ടായി. ഒരു ഇന്ത്യൻ പണ്ഡിതനാണ് അറബി ഭാഷയിൽ, അതും അനറബിയായ ഒരു പണ്ഡിതൻ അറബി ഭാഷയിൽ അറബി പണ്ഡിതന്മാരുടെ ആവശ്യപ്രകാരം കിതാബ് രചിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട അല ഹസ്രത്തിന്റെ രചനാ ലോകം വളരെ വിശാലമാണ്. സയൻസിലുള്ള ചില കണ്ടെത്തലുകൾക്കെതിരെ, ഗലീലിയോ പോലുള്ള ചിലരുടെ ശാസ്ത്ര കണ്ടെത്തലുകൾക്കെതിരെ ഖുർആനികമായും ശാസ്ത്രീയമായുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ അതിനൊക്കെ എതിരെയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഉറുദു ഭാഷയിലായതുകൊണ്ട് തന്നെ അത് ധാരാളം പ്രചാരത്തിലെത്തിയില്ല എന്നതാണ് വാസ്തവം. ബഹുമാനപ്പെട്ടവർ കറകളഞ്ഞ പ്രവാചക സ്നേഹത്തിന്റെ, പ്രവാചക പ്രകീർത്തനത്തിന്റെ വക്താവായിരുന്നു. ഖദായിക്കെ ബഖ്ഷിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5000-ലേറെ സ്തുതിഗീതങ്ങൾ, പ്രകീർത്തന ഗീതങ്ങൾ അടങ്ങിയ കാവ്യം ലോകം മുഴുക്കെ പ്രശസ്തമാണ്. അതേപോലെ സാധാരണക്കാർക്ക് ഖുർആൻ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഉറുദു ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ രചിച്ച കിതാബാണ് കൻസുൽ ഈമാൻ. ഉറുദു ഭാഷയിൽ ഖുർആനെ സരളമായി അതിന്റെ വ്യാഖ്യാനത്തെ അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട അല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ട്രഷർ ഓഫ് ഫെയ്ത്ത് എന്ന പേരിൽ ആ കിതാബ് ഇന്ന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഓൺലൈൻ, ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്കത് ലഭ്യമാണ്. ബഹുമാനപ്പെട്ട അല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ബറേലി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമം ലോകം മുഴുക്കെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയത് ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇത്രത്തോളം ഇന്ത്യയിൽ വേരോട്ടം നൽകിയത്, ഊന്നൽ നൽകിയത്, ശക്തി പകർന്നത് ബഹുമാനപ്പെട്ട അല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവരുടെ ദാറുൽ ഇഫ്താർ, അതേപോലെ അവിടുത്തെ വിശേഷം റസ അക്കാദമി, ജാമിഅത്തുർ റസ ബറേലി ഷരീഫ്, ധാരാളം സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ലോകം മുഴുക്കെയുണ്ട്. അതേപോലെ അദ്ദേഹത്തെ കുറിച്ച്, ബഹുമാനപ്പെട്ട അല ഹസ്രത്തിനെ കുറിച്ച് ധാരാളം പഠനങ്ങളും പ്രബന്ധങ്ങളും ഡോക്ടറേറ്റ് തലത്തിലുള്ള ഗവേഷണ പഠനങ്ങളും നടന്നിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും ബഹുമാനപ്പെട്ട അല ഹസ്രത്തിനെ കുറിച്ച് പഠനം തന്നെയുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അല ഹസ്രത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് കോയ ശാലിയത്തി, ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ശാലിയത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട അല ഹസ്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് കോയ ശാലിയത്തി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് നമ്മുടെ കേരളത്തിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുണ്യ പതാക കൊണ്ടുവരുന്നത്. അത് ബറേലി ഷരീഫിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട അല ഹസ്രത്തിന്റെയും ബറേലി ഷരീഫിന്റെയും ആശീർവാദങ്ങളോടെയാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ശക്തമായ രൂപത്തിൽ
നിലനിൽക്കാനുള്ള, ശക്തമായ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പോരാടാനുള്ള ഊർജവും ശക്തിയും ലഭിച്ചത് അഅ്ല ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഖാദിരി ബറേലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ ചാരത്ത് നിന്നാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ബിദ്ഈ കക്ഷികൾക്കെതിരെയും ശക്തമായി നിലകൊണ്ടു. ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി തുടങ്ങി ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ബിദ്ഈ കക്ഷികൾക്കെതിരെ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ കക്ഷികൾക്കെതിരെ ബഹുമാനപ്പെട്ടവർ ശക്തമായി നിലകൊണ്ടു. ധാരാളം കിതാബുകൾ അവർക്കെതിരെ രചിച്ചു, ധാരാളം സാമൂഹിക ഇടപെടലുകൾ നടത്തി. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകളും സാമൂഹിക ഇടപെടലുകളും ധാരാളമാണ്. ഒരു ദിവസം ഒരാൾ അഅ്ല ഹസ്രത്തിന്റെ ചാരത്ത് വന്നുകൊണ്ട് അല്പം പണം കടം ചോദിച്ചു. അഅ്ല ഹസ്രത്ത് പണം കടം കൊടുത്തു. ആ സമയത്ത് ഹസ്രത്ത് പറഞ്ഞു, ഈ പണം നീ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം ആ പണം വാങ്ങിക്കൊണ്ട് നേരെ പോയതൊരു നൃത്തശാലയിലേക്കായിരുന്നു. എന്നാൽ നൃത്തശാലയുടെ അടുത്തെത്തുമ്പോൾ തന്നെ ആ നൃത്തശാലയുടെ പടികളിൽ അഅ്ല ഹസ്രത്തിന്റെ വടി കണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു. പിന്നീട് അയാൾ ഒരു ചൂതാട്ട കേന്ദ്രത്തിലേക്കാണ് നടന്നുപോയത്. എന്നാൽ അവിടെയും അഅ്ല ഹസ്രത്തിന്റെ വടി കാണുകയും തിരിച്ച് അഅ്ല ഹസ്രത്തിന്റെ ദർബാറിലെത്തി ബഹുമാനപ്പെട്ടവരോട് പുറത്തു തരാൻ വേണ്ടി പറയുകയും തൗബ ചെയ്യുകയും ചെയ്തു. ഒരു സന്ദർഭത്തിൽ അഅ്ല ഹസ്രത്തിന്റെ ശിഷ്യന്മാരും അവിടുത്തെ അറിവ് നുകരാൻ വേണ്ടി വന്ന സാധാരണ ജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ കയറി വരികയും, അഅ്ല ഹസ്രത്ത് ഇദ്ദേഹം അഹ്മദ് റസാ ഖാൻ ഖാദിരി എന്നെ കാഫിറായി ഫത്വ കൊടുത്തിട്ടുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അഅ്ല ഹസ്രത്ത് നമസ്കാര ശേഷം എല്ലാവരെയും ഇരുത്തുകയും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ വാദം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലം യലിദ് വലം യൂലദ്, അതാണ് എന്റെ വാദം. അഥവാ അദ്ദേഹത്തിന് പിതാവില്ല, അദ്ദേഹം പ്രസവിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം ആരെയും പ്രസവിച്ചിട്ടുമില്ല. അള്ളാഹുവിന് സൂറത്ത് ഖിലാസിൽ അള്ളാഹു തആലയെ പറ്റി പറയുന്ന വിശേഷണമാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ ആ സമയത്ത് ഈ ആരോപണവുമായി വന്ന വ്യക്തിയുടെ പിതാവ് ആ സദസ്സിലുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് പറയുകയും, ഇതെന്റെ മകനാണ്, അവന് ഭ്രാന്താണ് എന്ന് പറയുകയും അദ്ദേഹം നാണകെടുകയും അഅ്ല ഹസ്രത്തിന്റെ ഫത്വ ശരിയായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അതേപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ, ദയൂബന്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ മതഭ്രഷ്ടരാണെന്നും അവർ ഇസ്ലാമിന് പുറത്താണെന്നും ബഹുമാനപ്പെട്ട അഅ്ല ഹസ്രത്ത് ഫത്വ നൽകി. എന്നാൽ അഅ്ല ഹസ്രത്തിന്റെ ഓരോ ഫത്വകൾക്കും വ്യക്തമായ തെളിവുകളും കാര്യകാരണങ്ങളും ഉണ്ടായിരുന്നു. അഅ്ല ഹസ്രത്തിന്റെ ചെറുപ്പകാലത്തെ പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ടവര് 8ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 14ാമത്തെ വയസ്സിൽ തന്നെ അധ്യാപനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 8ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കിതാബിന് ഷറഹ് എഴുതിയിട്ടുണ്ട് എന്ന് പോലും ചരിത്രങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അറിവിന്റെ മേഖലകളിൽ ഒരുപാട് മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അഅ്ല ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഖാദിരി ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി. 1000-ലേറെ ഗ്രന്ഥങ്ങൾ ഈ ലോകത്തിന് സമർപ്പിച്ച് ഇന്ത്യൻ സുയൂത്തി എന്നാണ് ബഹുമാനപ്പെട്ടവർ അറിയപ്പെടുന്നത്. ഫിഖഹിലും ഹദീസിലും ഖുർആനിലും തുടങ്ങി ശാസ്ത്ര മേഖലകളിലും എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അഅ്ല ഹസ്രത്തിനെ പോലൊരു പണ്ഡിതനെ അവിടത്തേക്ക് മുമ്പോ ശേഷമോ ഒരു പക്ഷേ ലോകം കണ്ടിട്ടുണ്ടാവില്ല. ഉത്തർപ്രദേശിലെ ചെറിയൊരു ഗ്രാമമായ ബറേലി ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു. 1000-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ലോകത്തിന് വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സുയൂത്തി എന്ന അപരനാമത്തിലാണ് അഅ്ല ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഖാദിരി ഹൻഫി ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെടുന്നത്. ബറേലി കുടുംബത്തോടും അഅ്ല ഹസ്രത്തിനോടും ഇന്ത്യയിലെ സുന്നികൾ, ലോകത്തിലെ മുസ്ലിങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. ബറേലി കുടുംബമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പദവി അഥവാ മുഫ്തി ആസം ഹിന്ദ് എന്ന പദവി അലങ്കരിച്ചു പോന്നിരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ മക്കളായ മുസ്തഫ റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹാമിദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി മുൻ വർഷത്തെ താജ് ശരിയ അല്ലാമ അഖ്തർ റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി വരെ ബറേലി കുടുംബത്തിലെ സമുന്നതരായ പണ്ഡിതന്മാരാണ് ഗ്രാൻഡ് മുഫ്തി പദവി അലങ്കരിച്ചു പോന്നിരുന്നത്. ബഹുമാനപ്പെട്ട താജ് ശരിയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ സുഹൃത്തു കൂടിയായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് ഇന്ന് ആ പദവിയിൽ ഇരിക്കുന്നത്.
ബറേലി കുടുംബത്തോട് ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മുദ്ര, സുന്നത്ത് ജമാഅത്തിന്റെ മേൽവിലാസം ഇന്ന് ബറേലിയാണ്. കറകളഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവാചക സ്നേഹത്തിന്റെ പ്രകീർത്തന വീഥിയുടെ തിളങ്ങുന്ന താരകമാണ് ബഹുമാനപ്പെട്ട അഅ്ലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപക്ഷെ കേരളത്തിലുള്ള വിശ്വാസികൾക്ക് അഅ്ലാ ഹസ്രത്തിനെ പറ്റി ധാരാളം അറിയില്ലായിരിക്കാം. ഇത്തരത്തിലുള്ള അവസരങ്ങൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. ഇമാം അഹ്മദ് കോയ ശാലിയാത്തിയിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ലഭിച്ച പതാകയെ കുറിച്ച്, അഅ്ലാ ഹസ്രത്ത് ഈ ഇന്ത്യയിൽ നടത്തിയ വിപ്ലവങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിലും ഇന്ത്യയോടൊപ്പം ചേർന്നു നിന്ന നമ്മുടെ പൂർവകാല പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ എന്നും ഓർക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അഅ്ലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഖാജ തങ്ങളോടും അതുപോലെ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി ധാരാളം ഔലിയാക്കളുമായി അവിടുത്തെ ആത്മീയ ബന്ധം മാത്രമല്ല, അവരെയൊക്കെ കുറിച്ച് ഗഹനമായ പഠനം നടത്തുകയും പ്രകീർത്തന കാവ്യങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഅ്ലാ ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, തബ്ലീഗ് ജമാഅത്തിനെ പോലെ ബഹുമാനപ്പെട്ടവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവരുടെയൊക്കെ പച്ചയായ മുഖത്തെ, അവരുടെയൊക്കെ പിഴച്ച വാദങ്ങളെ ബഹുമാനപ്പെട്ട അഅ്ലാ ഹസ്രത്ത് തുറന്നു കാണിച്ചത് കൊണ്ടാണ് ഈ ശത്രുത ബഹുമാനപ്പെട്ടവരോട് അവർ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത എല്ലാ കക്ഷികളും പിഴച്ചവരാണ് എന്ന അഅ്ലാ ഹസ്രത്തിന്റെ പഠനം മനസ്സിലാക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അഅ്ലാ ഹസ്രത്തിനെ പോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഇന്ത്യൻ പണ്ഡിത ഭൂപടത്തിൽ സ്ഥാനം ലഭിച്ച, ലോക ഭൂപടത്തിൽ ഇന്ത്യക്ക് വലിയ ഒരു സ്ഥാനം നൽകിയ, അറിവിന്റെ മേഖലയിൽ ഇത്രയും വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു പണ്ഡിതനെ ഒരു പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. അഅ്ലാ ഹസ്രത്തിനെ കുറിച്ച് ധാരാളം പഠിക്കാനും ബഹുമാനപ്പെട്ടവരുടെ വിജ്ഞാന മേഖലകളിലെ സംഭാവനകളെ കുറിച്ചും ജീവിത ദർശനങ്ങളെ കുറിച്ചും കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം ഉസ്താദിന്റെയും എല്ലാം അഅ്ലാ ഹസ്രത്തിനെ കുറിച്ചുള്ള മലയാള പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണല്ലോ. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഅ്ലാ ഹസ്രത്തിനെ പറ്റി കൂടുതൽ പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 102ാമത് ഉറൂസ് ആചരിക്കുന്ന ഈ സമയത്ത് അഅ്ലാ ഹസ്രത്തിനെ പറ്റി കൂടുതൽ പഠിക്കാനും അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് എന്തായിരുന്നു, അവിടുത്തെ ഹുബ്ബ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ വരാനിരിക്കുന്ന റബീഉൽ അവ്വലിൽ അഅ്ലാ ഹസ്രത്തിന്റെ ഇഷ്ക് മനസ്സിലാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ധാരാളം സ്നേഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.